ഹരിയാന മുൻ മുഖ്യമന്ത്രിയും INLD നേതാവുമായ ഓം പ്രകാശ് ചൗട്ടാല അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഗുഡ്ഗാവ് വസതിയിലായിരുന്നു അന്ത്യം. 89 വയസ്സായിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? ഓം പ്രകാശ് ചൗത്താല അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. ദീർഘകാലം ഹരിയാനയുടെ മുഖ്യമന്ത്രിയും ഹരിയാന രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. ഹരിയാനയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഹരിയാനയുടെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. 4 തവണ മുഖ്യമന്ത്രിയായിരുന്നു, 7 തവണ MLA ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ ലോക്ദൾ എന്ന് പറയുന്ന പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റായിരുന്നു. അതിനൊക്കെ പുറമെ ചൗത്താല കുടുംബം എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തെ പല രൂപത്തിൽ പല കാലങ്ങളിൽ നിയന്ത്രിച്ചിരുന്ന ഒരു പാർട്ടിയായിരുന്നു. ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ദേവിലാലിൻ്റെ മകൻ കൂടിയായിരുന്നു ഇപ്പോൾ അന്തരിച്ചിട്ടുള്ള ഓം പ്രകാശ് ചൗത്താല. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള അജയ് സിംഗ് ചൗത്താലയും അഭയ് സിംഗ് ചൗത്താലയും ഹരിയാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഉപമുഖ്യമന്ത്രിമാരായും മന്ത്രിമാരായും ഒക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളുകളാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മരിച്ചിട്ടുള്ള ഓം പ്രകാശ് ചൗത്താലയുടെ ചെറുമകൻ ദുഷ്യന്ത് ചൗത്താല ഇപ്പോൾ JJP എന്ന പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. ആ അർത്ഥത്തിൽ ഹരിയാനയിൽ ചൗത്താല കുടുംബം വലിയ സ്വാധീനമുള്ള, കാർഷിക മേഖലയിൽ വലിയ സ്വാധീനമുള്ള, കർഷകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു ദേശീയ പാർട്ടിയുടെ നേതാവായിരുന്നു ഓം പ്രകാശ് ചൗത്താല. INLD നമുക്കറിയാം ഈ കഴിഞ്ഞ കാലയളവിലെ കർഷക പ്രക്ഷോഭങ്ങളിലെല്ലാം വലിയ സ്വാധീനമുണ്ടാക്കിയ നിർണായക ഇടപെടൽ നടത്തിയ രാഷ്ട്രീയ പാർട്ടിയാണ്. പഴയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ 90കളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ ജനതാ പരിവാർ എന്ന് പറയുന്ന ജനതാ കുടുംബവുമായി ബന്ധപ്പെട്ട ജനതാ പാർട്ടികളിൽ പെടുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ ലോക്ദൾ എന്ന് പറയുന്നത്. അതിൻ്റെ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നത് പലതവണ 4 തവണയായി ഹരിയാനയുടെ മുഖ്യമന്ത്രി, ദീർഘകാലം ഹരിയാനയുടെ മുഖ്യമന്ത്രി എന്ന രൂപത്തിലാണ്. അതിനൊപ്പം പ്രധാനപ്പെട്ട 2 അഴിമതി കേസുകളിൽ അദ്ദേഹം ദീർഘകാലം ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് കോവിഡിൻ്റെ ഒരു ആനുകൂല്യത്തിലാണ് അദ്ദേഹം സ്വത്ത് സമ്പാദന കേസിൽ അഴിമതി കേസിൽ ജയിലിലായിരുന്ന അദ്ദേഹം മുക്തനായി പുറത്തിറങ്ങുന്നത്. ഏതാണ്ട് 87ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ജയിലിലുണ്ടായിരുന്നത്. അത് തന്നെ തിഹാർ ജയിലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ തടവുകാരനായിരുന്നു അദ്ദേഹം. 89 വയസ്സാണ് അദ്ദേഹത്തിന് മരിക്കുമ്പോഴുള്ളത്. തിഹാർ ജയിലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ തടവുകാരൻ എന്നതിനപ്പുറത്ത് 2 കേസുകളിലായി, അതായത് റിക്രൂട്ട്മെൻറ്റ് ഹരിയാനയിലെ അധ്യാപകർ, ഏതാണ്ട് 3000 അധ്യാപകർക്ക് യോഗ്യതയില്ലാത്ത അധ്യാപകർക്ക് തൊഴിൽ നിയമനം നൽകിയെന്ന പേരിൽ റിക്രൂട്ട്മെൻറ്റ് അഴിമതി കേസിൽ 10 വർഷവും അതോടൊപ്പം തന്നെ അനധികൃത സമ്പാദന കേസിൽ 4 വർഷവും ശിക്ഷിക്കപ്പെട്ട അദ്ദേഹം ജയിൽ കഴിയുകയായിരുന്നു. ജയിൽവാസം കഴിഞ്ഞ് 2 വർഷമായി വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. അതിനൊക്കെ അപ്പുറത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഹരിയാനയുടെ രാഷ്ട്രീയത്തിലൊക്കെ വലിയ സ്വാധീനമുണ്ടായിരുന്ന കർഷകരുടെ ഒരു നേതാവ് കൂടിയായിരുന്നു ഇപ്പോൾ അന്തരിച്ചിട്ടുള്ള ഓം പ്രകാശ് ചൗത്താല. സംഗീത. ശരി ശ്രീജിത്ത്, ഹരിയാന രാഷ്ട്രീയത്തിലെ അതികായകനായ ഹരിയാന മുൻ മുഖ്യമന്ത്രിയും INLD നേതാവുമായ ഓം പ്രകാശ് ചൗട്ടാല അന്തരിച്ചിരിക്കുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഗുഡ്ഗാവ് വസതിയിലായിരുന്നു അന്ത്യം. 89 വയസ്സായിരുന്നു. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.